ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സേമിയ പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ സേമിയ പുഡിംഗ് വളരെ ഈസിയായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് ജലാറ്റിനോ അതുപോലെ ചൈന ഗ്രാസോ ഒന്നും വേണ്ട. കോൺഫ്ലവർ വെച്ചാണ് ഇപ്പോൾ ഞാനിവിടെ ഈ പുഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ 2.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ 2.5 കപ്പ് പാലില്ലാതെ 2 കപ്പ് പാലും 1 കപ്പ് വെള്ളം ചേർത്തിട്ടായാലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് ഈ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. പാല് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരണം. അതിനുശേഷം വേണം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ. നല്ലവണ്ണം പൊങ്ങി വരുന്നു വേണ്ട, പാല് ജസ്റ്റ് തിള കാണുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് സേമിയൻ ചേർക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇത് റോസ്റ്റഡ് സേമിയാണ്, വളരെ കട്ടി കുറഞ്ഞ തിന്നായിട്ടുള്ള സേമിയാണ്. ഇനിയിപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത സേമിയനാണ് കയ്യിലുള്ളത് എങ്കിൽ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, ബ്രൗൺ നിറമാകുന്നത് വരെ. അപ്പോൾ ഈ സേമിയം പെട്ടെന്ന് കുക്കായി കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോൾ 2.5 കപ്പ് പാലെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സേമിയ ഇതിലൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ സേമിയ കട്ട പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വേറെ ഇടിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇതിന് ഒത്തിരി സമയമൊന്നും വേണ്ട, അത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 3/4 ഭാഗം വേവാകുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്താലും മതി. ഈ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കിന് പകരം ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്താലും മതിയാവും. പുഡിംഗ് ഒക്കെ ആകുമ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ സേമിയ കുക്കാവാൻ ഒരു 5 മിനിറ്റ് ഒക്കെ മതിയാവും, അല്ലാതെ ഒത്തിരി സമയമൊന്നും വേണ്ട. സേമിയ ഇപ്പോൾ ഇവിടെ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. അടി പിടിക്കാൻ സാധ്യത ഉണ്ട്, അപ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യം മധുരമൊന്നും ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഇനിയും ഷുഗർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് ഉപ്പ് ചേർത്താൽ. ഇനി ഇതൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയും ഉപ്പും ഒക്കെ നന്നായി ഇതിൽ യോജിച്ച് വരണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, അതായത് കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട് ഞാൻ. ആ പാൽ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ പാൽ തന്നെ വേണമെന്നില്ല, 1/2 കപ്പ് വെള്ളം ചേർത്താലും മതിയാവും. പാല് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിവിടെ പാല് ചേർത്തത്. വെള്ളം ചേർക്കുന്ന കാട്ടിൽ നമുക്ക് നല്ല കൂടുതൽ ടേസ്റ്റ് പാലാണല്ലോ. അപ്പോൾ ഇത് കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഇത് ഈ സേമിയ വെന്തതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഒഴിച്ചെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കുറച്ചായി ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പോൾ കട്ട കെട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇത് ഈ സേമിയത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പതുക്കെ കുറച്ചായി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഒക്കെപ്പാടെ കട്ട കെട്ടി പിടിക്കും. അതുകൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ കോൺഫ്ലവർ നന്നായി ഒന്ന് കുക്കായി വരണം, അതുവരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ പുഡിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പുഡിംഗ് ഇവിടെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. സേമിയനൊക്കെ എല്ലാവരുടെ കയ്യിലും വീട്ടിലുണ്ടാവുമല്ലോ. അതുപോലെ പാലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കാൻ പറ്റും. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ റോസ് വാട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ റോസ് വാട്ടർ തന്നെ വേണമെന്നില്ല, വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടിയാണ് ഉള്ളത് വെച്ചാൽ അത് ചേർത്താലും മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലേവർ കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഫ്ലേവറൊക്കെ ചേർത്തത് കാരണം ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഫ്ലേവറൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സേമിയനും പാലും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ചിലർക്ക് ഫ്ലേവറൊക്കെ ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ഫ്ലേവർ ഒഴിവാക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഇത് വാങ്ങി വെക്കാം നമുക്ക്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. എന്നിട്ട് ചൂടോടെ തന്നെ നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പുഡിംഗ് ട്രേ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഈ ഗ്ലാസ്സിലേക്ക് ഈ പുഡിംഗ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
ഇത് പെട്ടെന്ന് സെറ്റാവുന്ന ഒരു പുഡിങ്ങാണ്. ഇതിപ്പോൾ ഇനി ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, പുറത്ത് വെച്ചാൽ തന്നെ സെറ്റായി കിട്ടും. പിന്നെ തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് മാത്രം. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ പുഡിങ്. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം സേമിയ പുഡിങ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. ബദാമും പിസ്തയും ഞാൻ ചെറുതായിട്ട് ഇവിടെ ചോപ്പ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് നമ്മുടെ പുഡിങ് ഗാർണിഷ് ചെയ്യുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ നട്ട്സോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്ത് നമുക്കിത് ഗാർണിഷ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഓരോ ചെറി വെച്ച് കൊടുക്കാം. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പുഡിങ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അത് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നല്ല തണുപ്പും കിട്ടും, ഒന്നുകൂടി നല്ല സെറ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി യാമി പുഡിങ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.